ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ കെയർ മീൻസ് ഞാൻ അങ്ങനെ ഒത്തിരി ഒന്നും ഹെയർ കെയർ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അത് ഞാൻ ഭയങ്കര അഭിമാനത്തോടെ പറയും. കാരണം എനിക്ക് ഈ പണിയെടുക്കുക എന്നുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറേ എഫേർട്ട് ഇടുക എന്നുള്ളത് മടി പിടിച്ച കാര്യമാണ്. മടി കണ്ടുപിടിച്ചത് ഞാനാണോ എന്നാണ് എൻ്റെ സംശയം. ഞാൻ റിസൈൻ ചെയ്തെന്നൊക്കെ പറഞ്ഞില്ലേ, അതിനുശേഷം എനിക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളം ഭയങ്കര കുറച്ച് ടാസ്ക് ആയിരുന്നു. ആ വെള്ളത്തിൻ്റെ ഇതുകൊണ്ട് തന്നെ എൻ്റെ കുറേ മുടിയൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല താരൻ, മറ്റേന്നൊക്കെ പറഞ്ഞാൽ താരൻ വല്ലപ്പോഴും ഒക്കെ വരും. അത് അതിൻ്റെ പാട്ടിന് പോകും, ഞാനത് ശ്രദ്ധിക്കാറൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് സ്കാൽപ്പ് എന്ന് പറഞ്ഞൊരു ഷാമ്പു യൂസ് ചെയ്യും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പോവാത്ത ഒരു തരം താരൻ. കുറേ നാളായിട്ട് ഈ താരൻ തലയിൽ തന്നെ ഉണ്ടായിരുന്നു. അതും ഈ പൊടി പൊടി പോലുള്ളതല്ല, ഈ സ്കാൽപ്പിലൊക്കെ ഒട്ടി ഒട്ടി പിടിച്ചിരിക്കുന്ന പോലത്തെ താരനായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ കുറേ മരുന്നൊക്കെ യൂസ് ചെയ്ത് നോക്കി, പക്ഷെ ഒരു മാറ്റം ഉണ്ടായില്ല. കുറേ മരുന്ന് പറഞ്ഞാൽ ഞാൻ ഡോക്ടറെ കണ്ടു, ഇഷ്ടംപോലെ ഷാമ്പു യൂസ് ചെയ്തു. അപ്പം മുടി ഇങ്ങനെ ഡ്രൈ ആയി ഒന്നുകൂടെ ചകിരിയായിട്ടുള്ള മുടി ഒന്നുകൂടെ ചകിരിയാവും. അങ്ങനെയായിരുന്നു എൻ്റെ മുടിയുടെ അവസ്ഥ. അങ്ങനെ പിന്നെ ഇരിക്കുമ്പോഴാണ് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഡക്റ്റ്സ് എങ്ങനെ വർക്കായിട്ട് എനിക്ക് അത്യാവശ്യം മുടിക്ക് ഗ്രോത്ത് വെച്ചു. അത് ഞാൻ ഇൻറ്റൻഷനലി എനിക്ക് മുടി വളർത്തണം എന്നുള്ള ഒരു ഇതിൽ ഞാൻ ഒരിക്കലും ഉപയോഗിച്ച സാധനങ്ങളല്ല. അത് ഞാനൊരു ടൈം ആയപ്പോൾ ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചു. പക്ഷേ എൻ്റെ ഹെയറിന് നല്ല ചേഞ്ച് വന്നു. ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം പറയാം. ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെറിഡിറ്ററിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ജനറ്റിക് ഫാക്ടർ. അതാണ് നമ്മുടെ മുടിയുടെ വളർച്ച എന്ന് പറയുന്നത്. എൻ്റെ അമ്മയ്ക്കും അമ്മുമ്മയ്ക്കും ഒക്കെ മുടിയുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുടി വളരും. അതൊരു ഫാക്ടറാണ്. അത് ഞാൻ ആദ്യമേ പറയാം. അല്ലാത്തവർക്ക് മുടി വളരാൻ കുറച്ച് പാടായിരിക്കും, കുറച്ചധികം എഫേർട്ട് ഇടണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറ്റം വരും. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ്സിൽ കുറച്ച് 1-2 എനിക്ക് ഇങ്ങനെ PR വന്നതാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അതെങ്ങനെ വർക്കാവുമെന്ന് അറിയില്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ടാഗ് ചെയ്യാൻ പറ്റും. ആ പ്രോഡക്റ്റ്സ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ മുടി അങ്ങനെ കെയർ ചെയ്യുന്ന ഒരാളൊന്നും അല്ലായിരുന്നു ഞാൻ. എന്നാലും ഒരു സമയത്ത് എനിക്ക് മുടി വളരണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ കുറേ ടിപ്സൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് വർക്കായിട്ടുള്ളൊരു ടിപ്പ് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ അത്യാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം. നിങ്ങൾ കയറി കണ്ടു നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സമയത്ത് ഈ ചീവിയുടെ ഭയങ്കര ശല്യം കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ഇതാക്കുക. വീടിൻ്റെ തൊട്ട് സൈഡിൽ ഒരു ചെറിയ മിനി കാടുണ്ട്. അപ്പോൾ അവിടെ അതിനകത്ത് നിറയെ ചീവിയിടാം. അതിങ്ങനെ എപ്പോഴും ഒച്ച വെച്ചുകൊണ്ടിരിക്കും. അതിൽ ഫ്രീ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ നടക്കില്ല. ഇതൊരിക്കലും പ്രൊമോഷണൽ സാധനമൊന്നും അല്ല. ഞാനിങ്ങനെ വിചാരിച്ചു എന്തായാലും ഈ വീഡിയോ ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ചെയ്യുന്ന കേട്ടോ. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ നിങ്ങളിത് മറ്റേ പ്രൊമോഷൻസോ അങ്ങനത്തെ വീഡിയോസിലോ കൂടെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ജെനുവിൻ റിസൾട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ താരം വന്നു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ പോയി കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ദന്തപാല എന്ന് പറഞ്ഞിട്ട് ഒരു എണ്ണയുണ്ട്. ദന്തപാല അതൊരു പ്ലാന്റ് ആണ്, ഒരു ചെടിയാണ് ദന്തപാല എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ താരൻ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന എണ്ണ സാധാരണ കോട്ടക്കലൊക്കെയാണ് അത് കിട്ടാറ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതുപോലെ ടൗണിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ദന്തപാല വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് എന്ത് കുന്തം തേച്ചിട്ടും മാറുന്നില്ല. ഇനി ദന്തപാല എങ്കിൽ ദന്തപാല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയതാണ്. ഞാൻ അവിടെ ഒരു ഷോപ്പ് കണ്ടിട്ട് പെട്ടെന്ന് ഞാൻ നടന്നു പോയി. പെട്ടെന്ന് ഈ ഷോപ്പ് കണ്ട് ഞാൻ ബാക്കിലേക്ക് പോയിട്ട്, അത് ഔഷധിയായിരുന്നു, കോട്ടക്കലല്ല. അപ്പോൾ ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതുപോലെ താരനുണ്ട്, എന്താ യൂസ് ആക്കാൻ പറ്റുന്നത് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ എനിക്ക് എടുത്തു തന്നാണ് സോൾസെറ്റ് ഓയിൽ എന്ന് പറഞ്ഞിട്ട്. കാണാൻ പറ്റുമോ? ഇതാണ് സാധനം. ഇതാണ് സോൾസെറ്റ് ഓയിൽ. അപ്പോൾ ഈ സോൾസെറ്റ് ഓയിലിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്ത് ദന്തപാലയുണ്ട്. അപ്പോൾ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇത് ദന്തപാല ഇതിനകത്തുണ്ടോ, ഇത് യൂസ് ചെയ്യാവോ? മോളെ അതുകൊണ്ടല്ല ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. മോളിത് 5 ദിവസം കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. മൈൽഡ് ഷാമ്പു വെച്ച് കഴുകിക്കളയാം. ഒരു 10-15 മിനിറ്റ് തലയിൽ വെച്ചിട്ട് ഒരു മൈൽഡ് ഷാമ്പു വെച്ച് കഴുകിക്കളയണം എന്ന് പറഞ്ഞു. പക്ഷേ ഈ സാധനം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 ദിവസം തേക്കാൻ പറ്റിയിട്ടില്ല. 2 ദിവസം ഇതുണ്ടെങ്കിൽ 3-ാമത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അത് മുടങ്ങും. ഇത് 100 ml 160 രൂപയാണ്. സോൾസെറ്റ് ഓയിൽ എന്നാണ് പറയുന്നത്. ഞാൻ ഇത് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറയുന്നത്. സോറിയാസിസ്, ഡെർമറ്റൈറ്റിസ്, അലർജിക് സ്കിൻ ഡിസീസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എണ്ണയാണിത്. ഇത് തേച്ചിട്ട് എൻ്റെ സർവത്ര താരനും പോയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഭയങ്കര ഇങ്ങനെ ഈ ബാക്ക് സൈഡിലൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് മുടി ഇങ്ങനെ ചീകുമ്പോഴത്തേക്കും ഈ ഒരു ഇങ്ങനെ ഇളകും. ഇത് ഫുൾ മുടിയിലൊക്കെ ഇങ്ങനെ ആവും. അതുപോലെ തന്നെ അതിൻ്റെ ഈ ഭാഗത്തൊക്കെ എപ്പോഴും താരം വരും. അതിനൊക്കെ നല്ല കുറവ് വന്നു. മൊത്തം മാറിയില്ലെങ്കിലും ഒരുപാടുണ്ടായിരുന്ന താരനൊന്ന് കുറച്ച് തന്നു ഈ സാധനം. കാരണം ഈ സാധനം മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ തല താരനുണ്ട്, ഇപ്പോഴും താരനുണ്ട്. പക്ഷെ അതിൻ്റെ ആ ഒരു എമൗണ്ട് കുറച്ച് തന്നു. അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഇത് ഡെയിലി ബേസിസിൽ എന്നും തേക്കാൻ പറ്റുന്ന ഒരു ഓയിൽ അല്ല. കാരണം ഇത് പർട്ടിക്കുലർ
സംഭവത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ലേ. എന്നാൽ പോലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം യൂസ് ആക്കുന്നുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞത് 5 ദിവസം തേച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കുറേശ്ശെ ഉപയോഗിച്ച് കുറച്ച് കൊണ്ടുവന്ന് അങ്ങ് നിർത്തിക്കോണം, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഇപ്പോൾ ഏറെക്കുറെ ഇത്രയും കണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബോട്ടിൽ തീർന്നു കഴിയുമ്പോൾ നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് നല്ല യൂസ്ഫുള്ളായി. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒന്ന് നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ചേഞ്ച് ഉണ്ട്, അപ്പം എനിക്കിത് വർക്കായി. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു ബോട്ടിൽ 100 ml 40 ml ദന്തപാല ലീഫാണ് യൂസ് ചെയ്തേക്കുന്നത്, ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണ് ചേട്ടൻ എനിക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഈ സർവത്ര പ്രൊമോഷൻ വീഡിയോസിൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഐറ്റം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആൽപ് ഗുഡ്നെസ്സിൻ്റെ ഫ്ലാറ്റ് സീഡ് ജെല്ല്. ഇത് ഹെയറിനും യൂസ് ചെയ്യാം, സ്കിന്നിനും യൂസ് ചെയ്യാം. ഞാൻ ഹെയറിനാണ് യൂസ് ചെയ്യാറ്. ഇത് 250 രൂപയാണ് 300 ml. ഇതിൻ്റെ ചെറിയ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത്രയേ ഉള്ളൂ. സാധാരണ ഇങ്ങനെ പ്രൊമോഷൻസ് ഒക്കെ വന്ന് കണ്ട് നമുക്ക് ചില പ്രോഡക്ട്സിനോടൊരു വിശ്വാസക്കേട് വരത്തില്ലേ? അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇതെനിക്ക് PR ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇതിനൊരു ചെറുത് കിട്ടിയായിരുന്നു, ഈ വലുതും ഉണ്ടായിരുന്നു. ചെറുത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. ഇതിൽ ഫ്ലാറ്റ് സീഡ് ജെൽ അറിയാമല്ലോ. ഫ്ലാറ്റ് സീഡ് ജെല്ലിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇതൊരു ജെൽ ടൈപ്പാണ് കുറച്ച്. പക്ഷേ ഇത് ഇവർ ഉണ്ടാക്കിയേക്കുന്ന കുറച്ചും കൂടെ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയാണ്, പക്ക ജെല്ലല്ല. ഇതെനിക്ക് എപ്പോഴാണ് വർക്കായെന്നറിയാം. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവെല്ലായിട്ട് യൂസ് ചെയ്യുമായിരുന്നേ. അങ്ങനെ യൂസ് ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ എനിക്കറിയില്ല, ഞാൻ ഈ പറഞ്ഞ പോലെ മുടി അതിൻ്റെ ഇടയ്ക്ക് വളരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിന് ഉപയോഗമായിട്ടുണ്ടാവും. ഒരു ദിവസം ഇടവിട്ട് 2 ദിവസം ഇടവിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ അടുത്തിടയ്ക്ക് ഞാൻ സിൽവർ സ്റ്റോമിൽ പോയിട്ട് അവിടുത്തെ സ്വിമ്മിംഗ് പൂളില്ലേ, അവിടുത്തെ വേവ് പൂൾ എന്ന് പറഞ്ഞിട്ട് അതിലിങ്ങനെ വേവ്. അപ്പം അതിലിങ്ങനെ അതിലൊരു 1.5 മണിക്കൂർ ഇറങ്ങി അങ്ങനെ കിടന്നു. അപ്പോൾ എൻ്റെ മുടി ഒരുപാട് ഞാൻ നനച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുടി നനഞ്ഞായിരുന്നു. അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഒപ്പം ഇങ്ങനെ വെള്ളത്തിൽ എങ്ങനെ ഇരിക്കും. ഇന്നത്തെ ദിവസം രാത്രിയാണ് ഞാൻ വന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് തല നനയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ തല നനയ്ക്കാമെന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുടി ഒരുമാതിരി സ്പ്രിങ് പോലെ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ എല്ലാം കൊടുത്തേക്കാം. ഇതൊരുമാതിരി ചകിരി പോലെ ആയിട്ട്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും പറഞ്ഞിട്ട് നിൻ്റെ മുടി ശരിയായോ, എൻ്റെ മുടി എന്ത് ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. അവർക്ക് 2-3 പ്രാവശ്യം വാഷ് ചെയ്ത് കളഞ്ഞിട്ടും ഒക്കെ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് എനിക്കൊരു ബുദ്ധി തോന്നി. ഞാൻ ഓൾറെഡി ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഷാമ്പു ഇട്ട് കഴുകി. എൻ്റെ മുടി ആ ഒരു ടെക്സ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിസി ആയിട്ടുള്ളൊരു ഹെയർ ആയതുകൊണ്ട് തന്നെ ആ മുടി ആ വെള്ളത്തിൽ കൂടെ കിടന്നുകൊണ്ട് ഒന്നുകൂടി ഡാമേജായി എന്ന് പറഞ്ഞാൽ ഭയങ്കര കരകരാന്ന് പോലെ. എന്നിട്ട് ഞാനിത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം എടുത്തിട്ട് തല നിറയെ തേച്ചിട്ട് ഞാനിത് കുറേ നേരം വെച്ചുകൊണ്ടിരുന്നു കേട്ടോ. കുറേ നേരം എന്ന് വെച്ചാൽ അതും വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു. അത്യാവശ്യം നല്ല എമൗണ്ട് ഞാൻ ഇതിനകത്ത് എടുത്തത്. ഇതാകെ ഇപ്പം ഇത്രേ ഉള്ളൂ. ഞാൻ പറയട്ടെ ഗൈസ്, എനിക്കിത് വിശ്വസിക്കാൻ മേല. ഈ സാധനം ഞാൻ അത്രയും നേരം നടന്നൊരു കഴുകി കളഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ മുടി പഴയ കണ്ടീഷനിലായി. അതുപോലെ തന്നെ കുറച്ചും കൂടെ സോഫ്റ്റായി. ആർക്കെങ്കിലും ഉപകാരമാവുമെങ്കിൽ ഏതെങ്കിലും സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലാറ്റ് സീഡ് ജെൽ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഫ്ലാറ്റ് സീഡ്. അത് വെച്ചിട്ട് ദിവസം തിളപ്പിച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തിക്കാവും. അതും വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാനും കുഴപ്പമില്ല. അതിന് കുറച്ചുകൂടെ വിലക്കുറവാണ്. ഇത്ര നന്നായിട്ട് വർക്കായി കേട്ടോ. മേ ബി ഇതും എൻ്റെ ഹെയർ ഗ്രോത്തിന് നല്ലൊരു പാർട്ട് വഹിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഫ്ലാറ്റ് സീഡ് ജെൽ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ദിവസം 2 ദിവസം ഇടവിട്ടാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നതായിരുന്നു ഇത് ആൽപ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ. ഇത് സിലിക്കൺ ഫ്രീ, സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ, തിക്ക് ഹെയർ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതുപോലെ PR വന്നായിരുന്നു. ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെ സ്പ്രേ ചെയ്താൽ മതി. അപ്പം ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം ഇടവിട്ട് ഇത് ഞാൻ യൂസ് ചെയ്യും. അത്യാവശ്യം നെറ്റ് കയറലുണ്ട്. ഇത് പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഒരു സൈഡ് ചീകി നെറ്റ് കയറിയതാണ്. പക്ഷെ അവിടെ ചെറിയ ഹെയർ ഇങ്ങനെ വരുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒരു 2-3 മാസം യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിവ്യൂ തന്നാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് ഇത് വർക്കിംഗ് ആയിട്ടോ തോന്നി. റോസ്മേരി വാട്ടർ നല്ലതാണ് പൊതുവെ. എന്തായാലും ഇതും എനിക്ക് വർക്കിംഗ് ആയിട്ടോ തോന്നി. ഇത് 230 രൂപ 100 ml. ഇത് ഞാൻ കംപ്ലീറ്റ് തീർത്തു. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ബോട്ടിൽ ഇവിടെ വെച്ചിരുന്ന ഇത് ഞാൻ കംപ്ലീറ്റ് തീർത്തായിരുന്നു. എനിക്ക് ഒരു പ്രാവശ്യം കൂടെ വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഒന്ന് പരീക്ഷിച്ചിട്ട് ഇവിടെ പുതിയ ഹെയർ വന്നപ്പോഴേ എനിക്ക് എന്തോ ഒരു ചേഞ്ച് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഇത് എന്താ വായിക്കുക, ലിവോൺ ആൻറ്റി ഫ്രിസ് സെറം ഫോർ ഓൾ ഹെയർ ടൈപ്സ്. ഇത് ഒരു ഹെയർ സെറമാണേ. നിങ്ങൾ ഈ ചീവിടിൻ്റെ സൗണ്ട് കേട്ടാൽ ഒന്ന് ക്ഷമിക്കുക. ഇത് ഞാൻ ട്രൈ ചെയ്യുന്ന 3ാമത്തെ ഹെയർ സെറമാണ്. ഫസ്റ്റ് ട്രൈ ചെയ്ത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ സ്ട്രീറ്റ്സിൻ്റെ ഇല്ലേ, അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സെക്കൻഡ് ലോറിയൽ പാരിസിൻ്റെ. അത് ഭയങ്കര റേറ്റാണ്. അതാകെ ഇച്ചിരിയേ ഉള്ളൂ, പക്ഷെ ഭയങ്കര റേറ്റ്. ഇത്തിരിയുള്ള ബോട്ടിലിന് 300 രൂപ എങ്ങാണ്ട. പക്ഷേ ഇത്രയും പോലും ഇല്ല, ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. അത് യൂസ് ആക്കിയായിരുന്നു. എനിക്ക് സ്ട്രീറ്റ്സിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ലോറിയലാണ്. പിന്നെ ഇതും നല്ലതാണ്, ലിവോൺ എന്ന് പറഞ്ഞിട്ട്. ഇത് നല്ല സ്മെല്ലാണ്.
അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിപ്പം 350 രൂപ എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഞാൻ ഓൺലൈനിൽ ഓഫർ പ്രൈസിന് വാങ്ങിച്ച. ഇത് എത്ര ml ഉണ്ട്? ഇതും 100 ml ഉള്ളത്. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഹെയർ സെറാണ്. ഞാൻ എപ്പോഴും അങ്ങനെ ഒരുപാട് എണ്ണ വാരി പൊത്തി അങ്ങനെ നടക്കുന്ന ഒരാളല്ല. കാരണം എണ്ണ തേച്ച് കഴിഞ്ഞാൽ എനിക്ക് മുഖത്ത് കുരു വരും, ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് എണ്ണ കുറച്ച് തേക്കുക, കുറച്ച് കഴുകിക്കളയുക, അങ്ങനത്തെ ഒരു ബാലൻസിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു സെറം എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന സെറം ഇത്. ഞാനിത് കണ്ടിന്യൂ ആക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഫ്രിസ്സി ആയിട്ടുള്ളൊരു ഹെയർ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തലയിൽ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ തിക്കായിട്ട് ഒട്ടുന്ന പോലെ അങ്ങനെ ഒന്നും ഇരിക്കില്ല. നല്ലൊരു സെറമാണ്. ഇതിൻ്റെ ചെറുതും കിട്ടുമെന്ന് തോന്നുന്നു. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ലാസ്റ്റായിട്ട് എനിക്ക് ഹെയർ മാസ്ക് യൂസ് ചെയ്യണമെന്നുണ്ട്. ഞാൻ ഇതുവരെ ഹെയർ മാസ്ക് യൂസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും നല്ല ഹെയർ മാസ്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കുറേ പേര് ഇങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ മുടി കുറച്ച് ഫ്രിസ്സിയാണ് ഭയങ്കര. എൻ്റെ മുടി പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ എനിക്കറിയില്ല എന്തൊക്കെയോ പറ്റി. അത്യാവശ്യം ലെങ്ത്തൊക്കെ വെക്കുന്നുണ്ട്, പക്ഷെ ഉള്ളു കുറവാ. താരൻ വന്ന് കൊഴിഞ്ഞു പോയ ആ മുടിയുടെ സ്കീം ഇതുവരെ മാറിയിട്ടില്ല. അതിൻ്റെ ആ എഫക്റ്റ് നല്ല പോലെ ഉണ്ടായിരുന്നു. 1.5 വർഷം അവിടെ നിന്നപ്പോൾ നല്ല പോലെ മുടി പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒറ്റയ്ക്ക് ആ റൂമിൽ താമസിക്കുന്നതുകൊണ്ട് എൻ്റെ ആ റൂമിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് തൂത്ത് വാരുമ്പോൾ കിട്ടും ഒരു കൊട്ട മുടി. അപ്പം നമുക്ക് ഡിപ്രഷൻ ആവും. ഇപ്പോൾ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അവളുടെ മുടിയായിരിക്കും എന്നൊക്കെ. നമ്മൾ ഒറ്റയ്ക്ക് താമസിച്ചിട്ട് ആ റൂം തൂക്കുമ്പോൾ ഫുള്ള് കിട്ടുന്ന മുടി എൻ്റെ മാത്രമായിരിക്കുമല്ലോ. ഡിപ്രഷൻ വരും. ഇഷ്ടം പോലെ മുടിയായിരുന്നു. എനിക്ക് തറയിൽ അവിടെ ഇവിടെ ചവിട്ടിയാൽ മൊത്തം കാലിലൊക്കെ മുടിയാവുമായിരുന്നു. അങ്ങനെയാവുമായിരുന്നു. വെള്ളം നല്ല സീനായിരുന്നു. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് തോന്നിയ ഒരു ഷാമ്പു. ഇത് ബി ബ്ലെൻഡിൻ്റെ ഹെയർ ഫോൾ കൺട്രോൾ ഷാമ്പു ആണ്. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്കിപ്പോൾ ഹെയർ ഫോൾ കുറച്ച് കുറവുണ്ട്. സ്ട്രെങ്തൻസ് ആൻഡ് റെഡ്യൂസ് ഹെയർ ഫോൾ വിത്ത് പീ പ്രോട്ടീൻ ആൻഡ് കഫീൻ. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇതാ യൂസ് ചെയ്യുന്നത്. 300 ml 355. ഇതിനൊക്കെ ഈ റേറ്റ് പറയുന്നെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ എല്ലാ സൈറ്റിലൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ വിലക്കുറവിനൊക്കെ കിട്ടും. ഇത് യൂസ് ചെയ്താൽ എൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മിക്കവാറും ഓരോ ഷാമ്പു എനിക്കിതിൻ്റെ കണ്ടീഷണർ ട്രൈ ചെയ്യണമെന്നുണ്ട്. ഞാൻ ഇതുവരെ കണ്ടീഷണർ യൂസ് ചെയ്തിട്ടില്ല. കണ്ടീഷണർ യൂസ് ചെയ്യാതെ തന്നെ ഇത് അത്യാവശ്യം ഒതുക്കി നിർത്തും മുടി. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ മുടി ഡ്രൈ ആകുമ്പോൾ ഞാൻ ഹെയർ സെറം ഇടാറ്. പക്ഷേ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് ഫ്രിസ്സി ആയിട്ടുള്ള ഹെയറിന്. ഈ ബി ബ്ലെൻഡിൻ്റെ ഇത് എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയേക്കുന്നത്. ഒരു മുടിയിൽ ഒട്ടി നിൽക്കാത്ത രീതിയിൽ നല്ലപോലെ ഷാമ്പു ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് നല്ലപോലെ വരും. അതുപോലെ തന്നെ മുടി ഒരുപാട് ഡ്രൈ ആക്കത്തില്ല. എനിക്ക് അതൊക്കെ നല്ല ബെറ്റർ ആയിട്ട് തോന്നി. പിന്നെ നല്ലൊരു സ്മെല്ലാണ്. ഏതോ ഒരു പഴയ ഷാമ്പൂവിൻ്റെ ഒരു സ്മെല്ലുണ്ട്. ഇതും എനിക്ക് നല്ല വർക്കിംഗ് ആയിട്ട് തോന്നി. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മിക്കവാറും ഇത് ഞാൻ റീപർച്ചേസ് തീർന്നു കഴിയുമ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ മാറ്റമാണ് പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ കണ്ടുണ്ടാവും ആ ഹെയറിന് വന്ന ചേഞ്ച്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഡിപ്പെൻസ് ആണ്, ജനറ്റിക് ഫാക്ടർ. എന്നാലും നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ചേഞ്ച് ഉണ്ടാവും. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾ മുടി വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, കെയർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ റോസ്മേരി വാട്ടർ ആണെങ്കിലും ഈ സംഭവമില്ലേ, ഈ ഫ്ലാറ്റ് സീഡ് ജെല്ല്, ഇതാണെങ്കിലും നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് സെപ്പറേറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. സ്മെല്ല് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ എക്സ്ട്രാ മറ്റേ ഇതുണ്ടല്ലോ, എസെൻഷ്യൽ ഓയിലോ അങ്ങനത്തെ പോലത്തെ എന്തോ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനൊരു സ്മെല്ലുണ്ട്. ഒറിജിനൽ ഫ്ലാറ്റ് സീഡ് ജെല്ലിന് സ്മെല്ലില്ല. പക്ഷെ നല്ല പ്രോഡക്റ്റാണ്. എനിക്ക് ആ സിൽവർ സ്റ്റോമിൽ പോയിട്ട് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ മനസ്സിലായി ഇതിൻ്റെ പവർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കിട്ടും. ഇതുപോലെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ യൂസ്ഫുൾ ആയത് ഞാൻ ചെയ്തിട്ടുണ്ട്. പേജിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.